إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. രാവും പകലും മാറി മാറി വരുന്നത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ, ദിവസങ്ങൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, അങ്ങനെ മനുഷ്യൻ എണ്ണുന്ന കാലത്തിൻ്റെ പല കണക്കുകളുമുണ്ട്. ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ അറിവോടെയും നിയന്ത്രണത്തോടെയും മാത്രമാണ്. ഒരു വർഷത്തെ 365 ദിവസങ്ങളിൽ കണക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡുകൾ അതോരോന്നും അള്ളാഹുവിൻ്റെ അറിവോടെയും അവൻ്റെ നിശ്ചയത്തോടെയും തീരുമാനത്തോടെയുമാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ദുനിയാവിൽ യാദൃച്ഛികമായി പൊടുന്നനെ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാവുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ തദ്ബീറിന്റെ കീഴിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൽ അസ്ർ, കാലഘട്ടം തന്നെയാണ് സത്യം. തഫ്സീറിന്റെ ഉലമാക്കൾ ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അഥവാ ഓരോ കാലത്തിലും മാറി മറിയുന്ന ഖൈറിന്റെയും ഷർറിന്റെയും ചരിത്രങ്ങളാണ് സത്യം. അപ്പൊ കാലം ഇങ്ങനെ പോകും, അതിനോടൊപ്പം മനുഷ്യന്റെ ആയുസ്സും പോകും, മനുഷ്യന്റെ ചരിത്രങ്ങൾ ബാക്കിയാവുകയും ചെയ്യും. ഒരു വർഷം മുന്നോട്ട് പോകുമ്പം 2025 ജനുവരി മാസത്തിൽ 2 തരം ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. ഒരു വർഷം കഴിഞ്ഞു, അഥവാ ജീവിതത്തിന്റെ ഒരു വർഷം നമ്മളിൽ നിന്ന് തീർന്നു. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടൂല. നമ്മൾ എന്ത് പണിയെടുത്താലും
നമ്മുടെ ആയുസ്സിനെ തിരിച്ചു പിടിക്കാൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ചികിത്സിച്ചാലും അത് വരുന്ന പ്രശ്നമേ ഇല്ല, അത് തീർന്നു. അള്ളാഹു ദാനമായി തന്ന ജീവിതത്തിലെ 365 ദിവസങ്ങൾ ഈ മാസത്തിന്റെ തുടക്കത്തോടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. പുതിയ വർഷത്തിന്റെ തുടക്കത്തിലുള്ള വിശ്വാസികൾ 2 തരക്കാരെയാണ് പരിചയപ്പെടേണ്ടത്. അതിലൊന്ന്, ആയുസ്സിനെ സംബന്ധിച്ച് ബോധമില്ലാത്ത അശ്രദ്ധരായി ഭൂമിയിൽ ജീവിക്കുന്ന, പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൽ അൻആം, നാൽക്കാലികളെ പോലെയുള്ളവർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നാൽക്കാലികൾക്ക് ബോധമില്ല. അവരോട് വയസ്സ് ചോദിച്ചാൽ പറയില്ല, വർഷം ചോദിച്ചാൽ പറയൂല, ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ പോത്തുകൾ പറയൂല. കാരണം അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകളില്ല. മരിച്ചതിന് ശേഷം എന്താവുന്നുള്ള തോന്നലില്ല. അവരോടത് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവരീ ദുനിയാവിൽ, നാൽക്കാലികൾ ഈ ദുനിയാവിൽ ഹവപ്രകാരം ജീവിക്കുന്നവരാണ്. ഇഷ്ടം പോലെ എന്തും തിന്നാം, എന്തും കുടിക്കാം, എവിടെയും പോവാം. അങ്ങനെ തോന്നിയ പോലെ ജീവിച്ച് ഒരു ദിവസം ആരെങ്കിലും അറുക്കും, അല്ലെങ്കിൽ മരിക്കും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും, ഉറപ്പാണ്, അതിന് സംശയമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈശികളിൽപ്പെട്ട ഒരാള് ഏതോ കാലത്ത് അറുത്ത് നശിച്ചു പോയ ഒരു ഒട്ടകത്തിന്റെ എല്ല് പിടിച്ചിട്ട് ചോദിച്ചു, ഇതിലെ ഒന്നുകൂടി ജീവിപ്പിക്കും റബ്ബ് എന്നാണോ നീ പറയുന്നത്? അള്ളാഹു പറഞ്ഞു, അതെ, അതിനെയും ഞാൻ ജീവിപ്പിക്കും. പക്ഷെ റബ്ബിന്റെ കോടതിയിൽ ആ നാൽക്കാലികളോട് ഒറ്റ വർത്തമാനമേ ഉള്ളൂ. അഥവാ എന്തെങ്കിലും അന്യായം ദുനിയാവിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ ദുനിയാവിൽ കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ അല്ലാഹു നീതിയോടെ തിരിച്ചു കുത്തിക്കും. അതോടെ അതിന്റെ ഹിസാബ് കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയും, കൂനു തുറാബ, ശരി, ഇനി മണ്ണായിട്ട് പോയിക്കോളും, കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. പക്ഷെ ഇരുകാലിയായി ജീവിക്കുന്ന ഞാനും നിങ്ങളും അങ്ങനെയല്ല. നമ്മള് ബോധത്തോടെ ജീവിക്കേണ്ടവരാണ്. ഒരു വിഭാഗം ഈ നാൽക്കാലികളെ പോലെയാണ് പുതിയ വർഷത്തെ വരവേറ്റത്. ഭയങ്കര സന്തോഷം. കോടിക്കണക്കിന് രൂപയുടെ കള്ളു കുടിച്ച് തീർത്തു ഇന്ത്യ രാജ്യത്തുള്ളവർ. വിദേശ രാജ്യം വേറെ, നമ്മുടെ നാട്ടുകാര് പുതിയ വർഷത്തെ സ്വീകരിക്കാനും എന്നിട്ട് അതിൽ ആഘോഷം തിമിർത്താടാനും മദ്യപിച്ച് ലക്കുകെട്ട് നായ്ക്കളെ പോലെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകള് നമ്മളെല്ലാം കണ്ടു സോഷ്യൽ മീഡിയയിൽ. പുതിയ വർഷത്തെ ആഘോഷിച്ചവർ, അഥവാ നാൽക്കാലികളെ പോലെ ബോധമില്ലാതെ ജീവിക്കുന്ന മൃഗങ്ങൾ. മുഅ്മിന് സന്തോഷിക്കാൻ കഴിയൂല. അവര് പുതിയ വർഷത്തിന്റെ വരവിൽ മറന്നുപോയത് ഒരു സത്യവിശ്വാസി ചിന്തിക്കുന്ന വളരെ മഹത്തരമായ ചിന്തയാണ്. അതെന്താണെന്നറിയോ? എന്റെ റബ്ബ് എനിക്ക് തന്ന ജീവിതത്തിലെ ഒരു വർഷം ഇതാ അവസാനിച്ചിരിക്കുന്നു. ഖബറിലേക്ക് ഞാൻ ഒന്നുകൂടി അടുത്തു. മലക്കുൽ മൗത്ത് ഒന്നുകൂടി എന്റെ തൊട്ടടുത്തെത്തി. ഇതായിരിക്കും വിശ്വാസികളുടെ ചിന്ത പുതിയ വർഷത്തിൽ. അതുകൊണ്ട് 2025 ആരംഭിക്കുന്ന ഈ മാസം നമ്മൾ ചില കാര്യങ്ങൾ നഫ്സിനോട് ചോദിക്കാറുണ്ട്. പുതിയ വർഷത്തേക്ക് ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആയുസ് ബാക്കിയുണ്ടെങ്കിൽ, ഇങ്ങനെ 2025 ഡിസംബർ 30 വരെ നമ്മൾ ജീവിക്കുമെന്ന് അല്ലാഹു ആലം ഉണ്ടെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിലൊന്ന്, നഫ്സിനോട് ചോദിക്കേണ്ട സംഗതി, ഞാനിതാ ഖബറിലേക്ക് അടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ മലക്കുൽ മൗത്ത് ഞാനുമായിട്ട് അടുത്തിരിക്കുന്നു. ഒരു വർഷം കൂടെ, കഴിഞ്ഞ ഒരു വർഷക്കാലം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഈ ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടി ആ 365 ദിവസങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ, അതിന്റെ ഉത്തരം ഈ മാസം നമുക്ക് കിട്ടണം. നമ്മൾ നഫ്സിനോട് ചോദിക്കുമ്പം അഥവാ നഫ്സ് സത്യം പറയുള്ളൂ, നാവ് കളവ് പറയൂ. നമ്മുടെ നഫ്സ് നമ്മളോട് സത്യമേ പറയൂ. നമ്മുടെ നഫ്സ് നമ്മൾ അഥവാ പറയുകയാണെങ്കിൽ 2024 എന്ന ഒരു വർഷം നീ ബോധമില്ലാണ്ടാണ് ജീവിച്ചത്, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല,
മലക്കുൽ മൗത്ത് വന്ന് വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി പോവാൻ മാത്രം പെട്ടി നീ നിറച്ചിട്ടില്ല എന്നാണ് ഈ നഫ്സ് പറയുന്നതെങ്കിൽ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ, അള്ളാന്റെ മുമ്പിൽ കരയ്യ, വേറൊന്നും ചെയ്യാനില്ല. അത് പോയി. ഇനി ആ 365 ദിവസത്തിലെ ഒരു സെക്കൻഡ് തിരിച്ചു ചോദിച്ചാൽ റബ്ബ് തരൂല ഒരു നന്മ ചെയ്യാൻ, അത് പോയി. അതുകൊണ്ട് ഒരു കണക്കെടുപ്പ് അനിവാര്യമാണ്. നമ്മൾ സാധാരണ സാമ്പത്തിക വർഷം കണക്ക് കൂട്ടുമല്ലോ. എന്തായിരുന്നു കഴിഞ്ഞൊരു വർഷത്തെ വരവ്, എന്തായിരുന്നു ചെലവ്, ഈ ഒരു വർഷം അധ്വാനിച്ചതിന്റെ ബാക്കി ലാഭം എത്ര എന്റെ കയ്യിലുണ്ട്, എല്ലാരും കണക്കൂട്ടും. ആ കണക്ക് കൂട്ടൽ ഇതിലുണ്ടാവണം. അതാണ് വിശ്വാസിയുടെ, സത്യവിശ്വാസിയുടെ പുതിയ വർഷം ആരംഭിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ചിന്ത. അഥവാ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് തൗബയുടെ, ഇസ്തിഗ്ഫാറിന്റെ, ആത്മാർത്ഥമായ തേട്ടത്തിന്റെ ദിവസങ്ങളും രാത്രികളുമായിരിക്കണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നഷ്ടത്തിന്റെ ഗൗരവം നമുക്ക് ദുനിയാവിൽ മനസ്സിലാവൂല. കാരണം ദുനിയാവെന്ന് പറഞ്ഞാൽ തന്നെ സുഖങ്ങളുടെ നാടാണ്, രസങ്ങളുടെ ഭൂമിയാണ്, ആർത്തി തീർക്കാനുള്ള പച്ചപ്പുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. ഇവിടെ നഷ്ടപ്പെട്ടതിന്റെ നഷ്ടബോധം നമ്മളെ വേട്ടയാടൂല. കാരണം എന്താ അറിയോ, നമ്മൾ വേദനിക്കുമ്പം രസിക്കാനുള്ള മുമ്പിലേക്ക് വന്നു നിൽക്കും. ആലോചിക്കാൻ തുടങ്ങുമ്പം ആ ആലോചനയെ തടയുന്ന പല തടസ്സങ്ങളും മുന്നിൽ വരും. ഇതിന്റെ നഷ്ടത്തിന്റെ ഗൗരവം മനസ്സിലാവുക അള്ളാഹുവിന്റെ കോടതിയിലാണ്. കാരണം എന്താ അറിയോ, അവിടെ തടസ്സങ്ങളായി വരാൻ ഒന്നുമില്ല. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വയം ആലോചിക്കുന്ന ഒരു സമയമാണത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കും നഫ്സിനോട്. കഴിഞ്ഞ ഒരു വർഷക്കാലം ചില ഹക്കുകൾ ദുനിയാവിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കിയോ ഇല്ലയോ? അതിലൊന്ന് അള്ളാഹുവിനോടുള്ള ഹക്കാണ്. അഥവാ ഒരു കൊല്ലം കൂടി അള്ളാഹു തന്ന ആയുസിൽ നിന്ന് കഴിയുമ്പം ആ ഒരു വർഷം കൂടി അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചുവോ ഇല്ലയോ? അള്ളാഹുവിനോട് ഒറ്റ ഹക്കേ ഉള്ളൂ അടിമക്ക്. അള്ളാഹിനോട് ഒരേ ഒരു ഹക്ക് മാത്രമേ അടിമക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തന്റെ കഴുതപ്പുറത്ത് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കേട്ട ഹദീസായിരിക്കും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ കഴുതയുടെ പിറകിൽ ഇങ്ങനെ തൊട്ടിയിരിക്കുന്ന യാത്രയാണ്. നടക്കുന്നതിനിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ മുആദ്. അദ്ദേഹം പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി ഒന്നും മിണ്ടുന്നില്ല. കഴുത പിന്നെയും മുന്നോട്ട് നടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ പിന്നെയും വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. രണ്ടാമത് മറുപടി പറഞ്ഞു. പിന്നെയും ഫസക്കത്ത്, ഒന്നും മിണ്ടിയില്ല. കഴുത പിന്നെയും മുന്നോട്ട് നടന്നു. മൂന്നാമതും വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ് ബിഅബി അൻത വ ഉമ്മി. എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണം. എന്താ റസൂലേ? മൂന്നാമതും. ഹദീസിന്റെ ഉലമാക്കൾ പറഞ്ഞു, തൊട്ടടുത്ത് വാഹനപ്പുറത്ത് ഒട്ടിയിരിക്കുന്ന മുആദിനെ 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചെന്തിനായിരിക്കും? മുആദിനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ ആ ഗൗരവത്തിൽ കേൾക്കാനുള്ള ചോദ്യമാണ്. അത് മനസ്സിലാവാൻ, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ തന്നെ സ്വഹാബാക്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കാതു കൂർപ്പിച്ചിരിക്കുന്നവരാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ഒപ്പിയെടുക്കാൻ. എന്നിട്ടും 3 പ്രാവശ്യം വിളിച്ച് 4ാമത്തെ പ്രാവശ്യം ചോദ്യം ചോദിച്ചു, അത്തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഇത് ചോദിക്കണം നഫ്സിനോട് നാം ഓരോരുത്തരും. ഏ മുആദ്, അത്തദ്രി, നിനക്കറിയോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത, കടപ്പാട് എന്താണ് എന്ന്? തിരിച്ച് അല്ലാഹുവിന് അടിമയോടുള്ള ഹക്ക് എന്താണെന്ന് അറിയോ? ഖുൽതു വല്ലാഹു വറസൂലുഹു അലം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്ന ആള്. അന്നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനോട് അടിമക്കുള്ള ഹക്ക് അയ്യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. ഒരൊറ്റ ഒരു ഹക്ക്.
അതുകൊണ്ട് ആ ഹക്ക് അറിയാതെ കഴിഞ്ഞ ഒരു വർഷത്തെ നിസ്കാരത്തിന്റെ കണക്കെടുത്തിട്ട് കാര്യമില്ല. ഞാൻ എത്ര സുന്നത്ത് നിസ്കരിച്ചു ആ കണക്കെടുക്കുന്നതിന്റെ മുമ്പ്, എത്ര ലക്ഷം രൂപ ഞാൻ സദഖ ചെയ്തു ആ കണക്കെടുക്കുന്നതിന്റെ മുമ്പ്, എത്ര സുഹൃത്തങ്ങൾ, നന്മകൾ, എത്ര അമലുസ്സാലിഹാത്തുകൾ ഞാൻ വാരിക്കൂട്ടി അതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് എന്റെ റബ്ബിനോടുള്ള ഹക്ക് ഞാൻ പൂർത്തിയാക്കിയോ ഇല്ലയോ? അയ്യഅ്ബുദൂഹു, അവന് മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഒരൊറ്റ ഒരു ഹക്ക് അല്ലാഹുവിനോട്. ഈ ഹക്ക് ഒരാൾ പൂർത്തിയാക്കാതെ, എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അല്ലാഹുവിന് മാത്രം കൊടുക്കാതെ, അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ അവനുമായിട്ട് പങ്കു ചേർത്തിട്ടാണ് കഴിഞ്ഞ 365 ദിവസം നന്മകളെ കൊണ്ട് മൂടിയതെങ്കിലും അത് അല്ലാഹുവിന്റെ അടുക്കൽ വെറും പൊടികൾ മാത്രം. ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഹബാഅൻ മൻസൂറക്ക് തഫ്സീർ പറഞ്ഞെന്താ അറിയോ? നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത, എന്നാൽ ടോർച്ചടിച്ച് നോക്കിയാൽ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന ആ പൊടികൾ, അതുപോലെ അള്ളാഹു അവന്റെ നന്മകളെ പറത്തിക്കളയും. ഒരു ഉപകാരമില്ല. കാരണം ഹക്ക് പൂർത്തിയായിട്ട. ഹക്ക് പൂർത്തിയാക്കിയവനാണ് തൃപ്തിപ്പെടുത്താൻ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം ഈ ഹക്ക് അല്ലാഹുവിനോട് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു വർഷത്തെ കണക്ക് നരകത്തിന്റെ ലിസ്റ്റിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. തൗബ ചെയ്യണം. പുതിയ വർഷം റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കുന്നവരായി മാറണം. അതിന് പിശാചി എന്ത് തടസ്സം മുന്നിൽ കൊണ്ടുവന്നാലും മരണത്തെ പറ്റി ചിന്തിച്ച് ആഖിറത്തിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് ഓർത്ത് അല്ലാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കണം. എങ്കിൽ തിരിച്ച് അല്ലാഹു ഇങ്ങോട്ട് തരുന്ന ഹക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ നരകത്തിന് ഹറാമാക്കലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യലാണ്. ഖലാസ്, അതാണ് മനുഷ്യന്റെ ലക്ഷ്യം. അത് കിട്ടാൻ അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. അത് ചിന്തിക്കണം മുസ്ലിമീങ്ങൾ. അതല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നവർ. ഒന്നാമത്തത്. രണ്ടാമത്തെ ചോദ്യം, ഒരു വർഷം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം തന്നപ്പം, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം, അതിലത്രയും മണിക്കൂറുകൾ, അത്രയും ദിവസങ്ങൾ ആരോഗ്യത്തോടെ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഹക്ക് പൂർത്തിയാക്കിയോ? ആ ഹക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹക്ക് എന്താണ് എന്ന് അല്ലാഹു ഒരായത്തിൽ വിശദീകരിച്ചു. ഒരായത്തിൽ, ഖുൽ, നബിയെ നിങ്ങൾ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അഥവാ അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അല്ലാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കുള്ളൂ. അഥവാ നിങ്ങൾ മുവഹിദുകളാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ഹക്ക് ബോധമുള്ള മുഅ്മിനാണെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കാനും തിരിച്ചല്ല നിങ്ങളെ ഇഷ്ടപ്പെടാനും ഒറ്റ വഴിയേയുള്ളൂ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. ഏത് കാര്യത്തിൽ? 5 നേരം നിസ്കരിക്കാൻ വരുമ്പോൾ മാത്രമല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹിനെ നോക്കണ്ടേ? നോമ്പിന്റെ കാര്യം വന്നാൽ റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താണ്? നമുക്കിഷ്ടപ്പെട്ട ചെയ്യാൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അത് സുന്നത്ത് ഇങ്ങനല്ലേ, ഹദീസ് ഇങ്ങനല്ലേ ഇല്ലത്. അവിടെയല്ല. ഒരു ഭാഗത്ത് എന്റെ ഹവ, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, എന്റെ വീട്, എന്റെ നാട്, കുടുംബക്കാര്, നാട്ടുകാര്, ചങ്ങാതിമാര്, അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മറുഭാഗത്ത് ഖാല റസൂലുള്ളാഹ് എന്ന് വന്നാൽ അവിടെ നാം സ്വീകരിച്ച നിലപാട് ഏതാണ്? ഖാല റസൂലുള്ളാഹി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ മുഹമ്മദ് മുസ്തഫയോടുള്ള ഹക്ക് പൂർത്തിയാക്കിയവനാണ്. ഇല്ലേ, ആ ഹക്ക് പൂർത്തിയായിട്ടില്ല. ഇനി അത് പൂർത്തിയാക്കാനുള്ള അവസരം കിട്ടുമെന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഈ സെക്കൻഡിൽ പറയണം, അല്ലാഹുവേ മാപ്പ് തരണം. ആ പറച്ചൽ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഒരു കാര്യം മനസ്സിലാവുമ്പം അപ്പൊ തന്നെ അല്ലാഹുവിനോട്, അല്ലാഹു പറഞ്ഞില്ലേ, അദനബ അബ്ദി ദംബ, എന്റെ അടിമ ഒരു തെറ്റ് ചെയ്തു, ഫഅലിം, ഉടനെ തന്നെ അവന് ബോധ്യപ്പെട്ടു, അന്ന ലഹു റബ്ബുൻ യഗ്ഫിറു ദംബ്, പാപങ്ങളെ പൊറുക്കുന്ന റബ്ബ് എനിക്കുണ്ടല്ലോ, ഫസ്തഗ്ഫറനി, എന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ലാഹുവേ മാപ്പാക്കി താ, അല്ലാഹ് ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും.
ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ. മുഅ്മിനീങ്ങളോടായതുകൊണ്ട്, മുവഹിദീങ്ങളോടാ സംസാരിക്കുന്നത് കൊണ്ട് 365 ദിവസം താടി പഠിച്ചു കളഞ്ഞ ആൾക്കാരുണ്ടാവും. 365 ദിവസം 2024. പക്ഷെ അവന്റെ മനസ്സിന് ഒരു കുറ്റബോധം വന്നിട്ടുണ്ടാവില്ല. അത് രോമം മടിക്കുന്നതല്ലേ, ഇത് വെറും ഒരു രോമമല്ലേ, അതങ്ങ് കളഞ്ഞതിനെ കൊണ്ട് എന്താ? പക്ഷെ മുഅ്മിൻ എന്താ ചിന്തിക്കാനറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യമായിരുന്നു ഞാൻ എന്റെ താടി നീട്ടി ഉലർത്തുക എന്നത്. അത് ഈ കഴിഞ്ഞൊരു വർഷം പഠിച്ചു കളഞ്ഞവൻ പരസ്യമായി അറിഞ്ഞ് ബോധത്തോടെ മുഹമ്മദ് മുസ്തഫാന്റെ ഹക്കിനെ കത്തിവെച്ച് കൊന്നവനാണ്. അറിഞ്ഞുകൊണ്ട് ഓന്റെ ഒരു വർഷം നഷ്ടമാണ് ദുനിയാവിൽ. അയാളുടെ നിസ്കാരം പോക്കാൻ, അയാളെ നോമ്പ് പോക്കാൻ, അയാളെ സദഖ വെള്ളത്തിലാണ്, അയാൾ ചെയ്ത ലക്ഷക്കണക്കിന് രൂപയുടെ സദഖയും ദാനധർമ്മവും കുളത്തിലാണ്. എന്തുകൊണ്ട്? അള്ളാന്റെ കൽപ്പനയാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയോട് ഹക്ക് പൂർത്തിയാക്കാൻ. അപ്പൊ ഇത് നിസ്സാരപ്പെട്ടൊരു സാധനമല്ല, ഇത് വിലയില്ലാത്തൊരു സാധനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു താടി നീട്ടിവിടാൻ. പക്ഷെ കഴിയുന്നില്ല. എന്താ കഴിയാത്ത? നീളാത്ത കൊണ്ടല്ല, ഇതിന്റെ ഉള്ളിൽ കഴിയുന്നില്ല. ഏതിന്റെ? ഹൃദയത്തിന്റെ ഉള്ളിൽ കഴിയുന്നില്ല. അതെ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഇന്നഹാ ലാ തഅമൽ അബ്സാർ, ഇന്നഹാ ലാ തഅമൽ അബ്സാർ. മുഖത്ത് ഞാൻ ഫിറ്റ് ചെയ്ത 2 ക്യാമറ ഇല്ല, ഈ കണ്ണുകൾ, ഇതിന് അന്ധത ബാധിക്കൂല. തിമിരം വരും, അത് കണ്ണട വെച്ചാൽ പോവും. അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവും ഇൻഷാ അല്ലാഹ്. പക്ഷെ വലാകിൻ, പക്ഷേ തഅമൽ ഖുലൂബുല്ലതി ഫിസ് സുദൂർ, നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിലുള്ള കൽബുണ്ടല്ലോ, അതിൽ 2 കണ്ണുണ്ട്. അല്ലാഹു പറയാ, അതിന്റെ ഉള്ളിലൊരു കണ്ണുണ്ട്. അതിന് അന്ധത ബാധിച്ചാൽ, അതിന് തിമിരം ബാധിച്ചാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല, ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റൂല. അത് സുഖപ്പെടണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടർ വന്നിട്ട് കാര്യമില്ല, ഞാൻ എന്നെ സുഖപ്പെടുത്തണം. ഞാൻ സ്വയം എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. അതിന് അന്ധത ബാധിച്ചാൽ ഈ പറയുന്നൊന്നും മനസ്സിലാവില്ല. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, മിമ്പറിന്റെ താഴെ വന്നിരിക്കുന്നുണ്ട്, ഖുർആന്റെ ക്ലാസ്സിലുണ്ട്, ഹദീസിന്റെ ക്ലാസ്സിലുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. ഇതിന്റെ ഉള്ളിൽ പൂട്ടപ്പെട്ടാൽ അള്ളാഹു കാക്കട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഹക്ക് പ്രിയപ്പെട്ടവരെ ചില്ലറ ഹക്കല്ല. ഞാൻ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ചർച്ചയാവുന്ന ഒരു വിഷയമുണ്ട്. മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, സഹാബാക്കൾ കണ്ട ഏറ്റവും വലിയ പണ്ഡിതയാണ് ആയിഷ. പേരപ്പെട്ട സഹാബാക്കൾ എന്തെങ്കിലും മസലയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ പറയും, സല്ലി ഹുമൈറ, പോയിട്ട് ആയിഷയോട് ചോദിച്ചു നോക്ക്, മസല കിട്ടും. കാരണം റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് തീം പിടിച്ച മഹദിയാണ്. ആ ആയിഷ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കിയെടുത്തൊരു ദീനുണ്ട്. എന്താ അറിയോ? പെണ്ണുങ്ങൾ വീട്ടിന്റെ പുറത്തേക്ക് പോകുമ്പം ശരീരം മുഴുവനും മറച്ചിരിക്കണം. ആയിഷ എങ്ങനെയാ മനസ്സിലാക്കിയത്? ഉമ്മു സൽമ എങ്ങനെയാ മനസ്സിലാക്കിയത്? സൈനബ് എങ്ങനെയാ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് ജീവിച്ചിരുന്ന 9 ഭാര്യമാരും തിരിച്ചറിഞ്ഞതും പഠിച്ചതും അങ്ങനെയാണ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രം അതിനേക്കാളും വലിയ ഇൽമ്. നമ്മളെ മിമ്പറിൽ കയറുന്ന ഖത്തീബന്മാർക്ക് മാത്രം സഹാബത്താകുന്ന റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരെക്കാളും വലിയ ബുദ്ധിയും വലിയ ഇൽമും. ആയിഷക്ക് ആയത്ത് മനസ്സിലായില്ല. അബൂബക്കർ സിദ്ദീഖാകുന്ന ആ ഉപ്പാക്ക് ഈ ആയത്ത് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോകാൻ അങ്ങനെ പർദ്ദ നിർബന്ധമൊന്നുമില്ല, മുഖം തുറന്നിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇത് പുട്ടുകുറ്റിക്ക് ഒരു ജാതി തുണി ചുറ്റിയ പോലെ ആൾക്കാരെ കളിയാക്കാൻ, പരിഹസിക്കാൻ, എന്തിനു വേണ്ടി അങ്ങനെ? ആര്? മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാ പ്രസംഗിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പറ്റി അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ അറിയോ? ഞാൻ സംസാരിക്കുന്നത് ബോധമുള്ള മടിക്കേരിയിലെ ഭർത്താക്കന്മാരോടാണ്, ഉപ്പമാരോടാണ്, ആങ്ങളമാരോടാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അതും ആരോട്? സഹാബത്തിനോട്. ഒന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണ്.
എങ്ങനെ ഉമ്മയോടുള്ള മാനസികാവസ്ഥ? സഹാബത്തിന്റെ മനസ്സ് അതെങ്ങനത്തെ മനസ്സാ? റളിയല്ലാഹു അൻഹും വറദു അൻ. അവരോട് പറയാൻ ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, നിങ്ങളുടെ ഉമ്മമാരായ എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഭാര്യമാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിന്റെ ബാക്കിൽ നിന്നിട്ട് വേണം നിങ്ങൾ ചോദിക്കാൻ. അതിനാ ഉമ്മാന്റെ അടുത്ത് മുഖം മറച്ചിട്ട് കർട്ടൻ ഇട്ടിട്ട് നിൽക്കുന്നത്? മനുഷ്യനാ. ഉമ്മമാരോട് വരെ അങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞത് ബാക്കി പെണ്ണുങ്ങളെടുത്ത് പോകുമ്പം അത്രത്തോളം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാര്യയോട്, പെങ്ങളോട്, ഉമ്മയോട് നിർബന്ധമായും പറയണം മുഖവും മുൻകൈയും മറക്കാൻ. സാധിക്കുന്നില്ലേ? ഇവിടെ പ്രശ്നമുണ്ടെന്നതിന്റെ അർത്ഥം. ഒരു പെണ്ണ് വാശി പിടിക്കാൻ 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം എന്റെ മുമ്പ് പറയാൻ നിൽക്കണ്ട. നിങ്ങള് നമുക്കറിയാം എങ്ങനെയാ വസ്ത്രം ധരിക്കേണ്ടത്, നമുക്കറിയാം എങ്ങനെയാ ഔറത്ത് മറക്കേണ്ടത്. 6-ാം നൂറ്റാണ്ടിന്റെ പെണ്ണുങ്ങള് ശരീരം മൊത്തം പുതപ്പിട്ട് മൂടിയിട്ട് പോയി എന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇതിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ട് എന്നാണ്. അത് കഴുകി ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹക്ക് പൂർത്തിയാവൂല. ഒരു വർഷം തീർന്നുപോയി. 2024 കഴിഞ്ഞു. പുതിയ വർഷമെങ്കിലും നല്ല ചിന്തയോടെ ജീവിതത്തെ മാറ്റിക്കോളെ. മുഹമ്മദ് മുസ്തഫാനോടുള്ള ഹക്ക് പൂർത്തിയാക്കിക്കോളെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇതുകൊണ്ട് പറയുന്നറിയോ, ചിലപ്പോൾ മടക്കേരിയിലെ പെണ്ണുങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടാവും. അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതെങ്ങനെ അങ്ങനെ ചോദിക്കുന്നു. അവർ ഇഹ്റാമിൽ, ആയിഷ ബിബി ഇഹ്റാമിലാണ്, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇഹ്റാം മീഖാത്തിൽ വന്ന് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയോടുകൂടി മുസ്ലിം പെണ്ണിന് മുഖം മറക്കൽ ഹറാമായി. ഇനി ഹജ്ജ് കഴിയുന്നവരെ അല്ലെങ്കിൽ തഹല്ലുലാവുന്നവരെ ഉംറക്കോ ഹജ്ജിനോ മുഖം മറച്ചുകൂടാ, പെണ്ണ് തുറന്നിടണം. ആയിഷ ബിബി പറയാണ്, നമ്മളങ്ങനെ മക്കത്ത് കൂടി ഇഹ്റാമിൽ ഇങ്ങനെ നടക്കുമ്പം ചിലപ്പം ചില അന്യ പുരുഷന്മാരുടെ യാത്രാ സംഘങ്ങൾ നമ്മുടെ മുന്നിലൂടെ വരും. അപ്പൊ തന്നെ നമ്മൾ തലമറച്ച തുണി താഴോട്ടങ്ങ് വലിച്ച മുഖത്തേക്ക് അങ്ങിടും. ആയിഷ ബീവി കുറച്ച് ഉലൂബിന്റെ ആളല്ലേ? ആയിഷ ബീവി കുറച്ച് ഓവറാ തീന്. ഇതിന് അങ്ങനത്തെ ഒരു തീന് അവരങ്ങ് പോയിക്കൊള്ളൂലേ, നിങ്ങൾ എന്തിനാ മുഖം മറക്കാൻ നിൽക്കുന്നത്? അങ്ങനെയാ പുതിയ കാലത്തിന്റെ മിമ്പറുകൾ ചോദിക്കുന്നത്. പുതിയ കാലത്തിന്റെ ഖതീബന്മാര് ചോദിക്കുന്ന അങ്ങനെയാണ്. പുതിയ കാലത്തിന്റെ പള്ളി മെഹ്റാബുകൾ മുസ്ലിം ഉമ്മത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന എങ്ങനെയാണ്? ആയിഷക്ക് കുറച്ച് ദീൻ കൂടിപ്പോയതാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, കൊല്ല ഇങ്ങനെ പോകും. നമ്മൾ കൂടുതൽ അടുക്കും. എങ്ങോട്ടറിയോ? അള്ളാഹുവിന്റെ കോടതിയിൽ. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ഉള്ളും പുറവും അറിയുന്നവന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉകും, അവൻ നിങ്ങൾക്ക് അക്കമിട്ടിട്ട് പറഞ്ഞുതരും. ബിമാ കുന്തും തഅമലൂൻ, എന്തൊക്കെയാ ചെയ്തത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മാറാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ കൊല്ലം രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? അള്ളാഹിന്റെ ഹബീബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയോ? ഇത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ സഹോദരങ്ങളെ താടി നീട്ടിക്കോടി. ഇനി കൊല്ലരുത്. ഇനിയും ഹറാം മുഖത്ത് വെച്ച് 24 മണിക്കൂറും ഹറാമിലായി ജീവിക്കരുത്. ഇനിയും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് പുല്ല് വിലയില്ലാത്തവരെ പോലെ ആവരുത്. റസൂലുള്ളാഹിക്ക് ഇസ്സത്ത് കൊടുക്കും മനസ്സിൽ. ആ ഹബീബിന്റെ വാക്കിനൊരു പവർ കൊടുക്കും. ആ ഹബീബിന്റെ താല്പര്യത്തിനെ സ്നേഹിക്കും. എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങള്, എൻ്റെ ഉമ്മ പരക്കുന്ന പുറത്തേക്ക് പോകുമ്പം അന്യന്റെ കൺമുമ്പ് പെട്ടുകൂടാ, അവൾ പരിശുദ്ധിയായിരിക്കണം എന്ന് വാശി പിടിക്കും. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ ഉപ്പാനോടും ഉമ്മാനോടും. കഴിഞ്ഞ ഒരു കൊല്ലം അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ചിന്തിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ടറിയോ? ഈ പറഞ്ഞ ആദ്യത്തെ 2 ഹക്കുകൾ കൃത്യമായി പാലിച്ച ഒരാൾ ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ട് തകർന്ന് തരിപ്പണായി പോവും, അത് പാലിച്ചിട്ടില്ലെങ്കിൽ. ഇങ്ങനെ അള്ളാഹും അള്ളാഹിന്റെ റസൂലും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹക്ക് ആണുങ്ങൾക്ക് ഉപ്പയോടും ഉമ്മയോടുമാണ്. പെണ്ണിന് അവളെ കല്യാണം കഴിച്ച ഭർത്താവിനോടാണ്. വേറെ കാര്യം മാതാപിതാക്കൾ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപ്പാനെയും ഉമ്മാനെയും ഖുർആനിൽ പറയുന്നത് അവനെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ കൂടെയാണ്.
വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന അനിഷ്കുർലി വലിവാലിദൈക് അനിഷ്കുർലി, നീ എന്നോട് നന്ദി കാണിക്കണം, വലിവാലിദൈക്, നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും നന്ദി കാണിക്കണം. നിന്നെ സൃഷ്ടിച്ച ഞാനാണ്, നിന്നെ പോറ്റിയത് നിന്റെ ഉപ്പയാണ്, നിനക്ക് ജീവിതം പഠിപ്പിച്ചതിന് നിന്റെ ഉപ്പയാണ്. നീ അയാളങ്ങനെ മറന്നൂടാ. അയാളിപ്പം വയസ്സനായി, തൊണ്ടനായി, ഇപ്പൊ ആരോഗ്യമൊന്നുമില്ല, ഒരു വൃത്തിയില്ല, മനാലുമില്ല, ഒരു മണവുമില്ല, പറഞ്ഞ മൂലക്ക് കസേര കുത്തിയിരിക്കുന്നുണ്ടാവും. പക്ഷെ ഉപ്പയാണ്. അനിഷ്കുർലി വലിവാലിദൈക്, ആ ഉപ്പാനെ നീ പരിഗണിച്ചോളണം. ഉപ്പാനോട് ദേഷ്യം പിടിക്കരുത്, ഉപ്പാനെ കലമ്പരുത്, ഉപ്പാന്റെ മുഖത്തേക്ക് ദേഷ്യം പിടിച്ച് നോക്കരുത്, ഉപ്പയേക്കാൾ വലിയ ശബ്ദത്തിൽ സംസാരിക്കരുത്, ഉപ്പ നടക്കുമ്പോൾ ഉപ്പാന്റെ മുമ്പിൽ നിങ്ങൾ നടക്കരുത്. എന്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന്. പിന്നെ ഉമ്മാനെ പറ്റി എന്ത് പറയാൻ, ഉമ്മാനെ പറ്റി എന്ത് പറയാൻ. ഉമ്മ അഥവാ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഉമ്മ അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ. എടാ മക്കളെ, നിങ്ങൾ എങ്ങനെയാടാ ഉമ്മാനെ മറക്കുക? അള്ളാഹു പറയുന്നു, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ച് എങ്ങനെയാണെന്നറിയോ? വേദനയുടെ മുകളിൽ വേദന സഹിച്ചിട്ട്. നിന്റെ ഭാര്യ ഗർഭിണിയാവട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്റെ ഉമ്മാന്റെ വേദന എത്ര ഉണ്ടായിരുന്നു. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് മരണത്തിന് തുല്യമായ വേദന സഹിച്ചിട്ടാണ്. ആ ഉമ്മാനെയാ നീ അടിക്കുന്നു, ആ ഉമ്മാനോടാ നീ ദേഷ്യപ്പെടുന്നു, ആ ഉമ്മാക്കാ നീ വിരച്ചിട്ട് കൽപ്പന കൊടുക്കുന്നു, ഓർഡർ കൊടുക്കുന്നു, ആ ഉമ്മാനോടാ നീ ഇരിക്കാനും എണീക്കാനും പോവാനും വരാനും കൽപ്പിക്കുന്നു. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നാശം എന്താണെന്നറിയോ? ചില മക്കൾ, വൃത്തികെട്ട മക്കൾ, 5 6 പേരുണ്ടാവും, നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല വാഹനം, നല്ല കൊട്ടാരം, നല്ല സുഖം, തോട്ടം എല്ലാം ഉണ്ടാവും. ഒരാഴ്ചയായി ഉമ്മ ഓന്റെ കൂടെ, ഓൻ വിളിക്കുക അനിയത്തിനെ, എന്താടി നിന്റെ ഉമ്മ അല്ലേ, ഞാൻ തന്നെ നോക്കിയാ മതിയോ, നിനക്കും വേണ്ടേ ഉമ്മാനെ? അയാൾ ഈ ദുനിയാവിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, നികൃഷ്ട ജീവി. സ്വർഗം അവന്റെ കൈക്കുമ്പിളിൽ കിട്ടിയിട്ട് അതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മഠയൻ. ഓനെക്കാളും വലിയ നികൃഷ്ട ജീവി ദുനിയാവിലെ വേറെയില്ല. സ്വർഗത്തെ കൈമ കിട്ടിയിട്ട് ആ സ്വർഗത്തെ വേണ്ടാന്ന് വെക്കുന്നവൻ പെങ്ങളടുത്തേക്ക് പാവ ഉമ്മ പോകാണ്ടിരിക്കാൻ കഴിയില്ല. മോന് ചൂടായി, ആ ഉമ്മാനോട് മോൻ ദേഷ്യം പിടിക്കാൻ, തിന്നാൻ തന്നിട്ടില്ലെങ്കിലോ ഓന്റെ മക്കള് രാത്രി വന്നിട്ട് അടിച്ച് കൊന്നെങ്കിലോ പേടി. ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്റെ മോളെടുത്ത് കൊണ്ടാക്കിയേ. മോൾ ഉമ്മാനെ സ്വീകരിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. മാർബിളാണ്, മാപ്പിള ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാർബിളാണ്. ഉമ്മ തുമ്മാൻ തിന്നിട്ട് തൂന്ന് പറഞ്ഞ് തുപ്പി മാസ്റ്റർ ബെഡ്റൂമിൽ. വെളുത്ത മാർബിളിൽ ചോരക്കറ തുമ്മാന്റെ. ഇവന്റെ ഓക്ക് ദേഷ്യം പിടിച്ചു, പ്രിയപ്പെട്ട മോൾക്ക് ദേഷ്യം പിടിച്ചു. ആ മോളും പ്രസവിച്ചോളാണ്, ആ മോക്കുണ്ട് മക്കള്. ആ മോളും ഒരു ദിവസം തൊണ്ടിയാവും. ആ മോളുടെയും ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. അന്നൊരു പക്ഷെ ഉമ്മാനെ ഓർത്ത് കരയും. പക്ഷെ ഉമ്മാന്റെ തലയിലൊന്ന് മുത്താൻ ഉമ്മ ഖബറിന്റെ ഉള്ളിലായിരിക്കും, പോയിട്ട് മുത്താൻ കഴിയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എത്ര ഉപ്പമാരും എത്ര ഉമ്മമാരും ഇങ്ങനെ പാഴ്സലാക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് പറഞ്ഞ വാക്കെന്താ അറിയോ? വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ നിസ്സാരതയുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം അവർക്ക്. അവരതിന്റെ മുകളിൽ നിൽക്കണം ഇസ്സത്തോടെ, ഉപ്പയും ഉമ്മയും. പക്ഷെ ഇപ്പൊ നമ്മളെ കീഴിൽ അടങ്ങി ഒതുങ്ങി നിന്നോളണം. മഅദല്ലാഹ്. ഞാൻ ഒരു സംഭവം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സഹാബാക്കളോട്, അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ മുമ്പിലുണ്ട്. സഹാബാക്കളെ, യമനിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. യമനിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഉവൈസ് എന്ന. റസൂലുള്ളാഹി കണ്ടിട്ടില്ല, റസൂലുള്ളാഹി അങ്ങോട്ടും കണ്ടിട്ടില്ല, റസൂലുള്ളാഹി ഇങ്ങോട്ടും കണ്ടിട്ടില്ല. പക്ഷെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ വർത്താനം. ഉവൈസ് എന്ന പേര്, ഖർന് ഗോത്രക്കാരൻ. ഉവൈസിന്റെ ബാപ്പ ചെറുപ്പത്തിലെ മരിച്ചു, യതീമാണ്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉവൈസിന് വെള്ളപ്പാണ്ടിന്റെ അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ദുആ ചെയ്ത് അള്ളാഹു ശിഫയാക്കി കൊടുത്തു. പക്ഷെ ഇവിടെ മുതുകത്ത് ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വെള്ള കളർ ഇപ്പോഴും ബാക്കിയുണ്ട്. റസൂലുള്ളാഹി അടയാളം പറയാണ്, കാണാത്ത മനുഷ്യന്റെ. പക്ഷെ ഉവൈസ് ഉമ്മാനെ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്. ഉവൈസ് ഉമ്മാക്ക് ഭയങ്കര ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. സഹാബാക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഉവൈസിനെ കാണാൻ ഇടവന്നാൽ ഉവൈസിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞോളാം.
നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാൻ നിങ്ങൾ ഉവൈസിനോട് പറയണം. അള്ളാഹിന്റെ ഹബീബിനെ കണ്ണുകൊണ്ട് കണ്ട് സുഖിച്ചിരിക്കുന്ന അനുയായികളോടാണ് ഇതുവരെ കാണാത്ത ചെറുപ്പക്കാരനെ പറ്റി റസൂലുള്ളാഹി പറയുന്നത്. കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിൽ ഉവൈസിന്റെ പേരുണ്ട്, കൊത്തിവെച്ച പോലെ പറഞ്ഞില്ല. കാണാൻ കാത്തുക്കാണ് ഇത് പറയാൻ. കാരണം റസൂലുള്ളാഹിന്റെ നാവുന്ന ഇത് കേൾക്കുന്നത്. അദ്ദേഹം ഖലീഫയായ വർഷം യമനിൽ നിന്ന് ഹജ്ജിന് ആൾക്കാർ വന്നു. ഉമർ ചോദിച്ചു, യമനുകാരൊക്കെ മാറിക്കാൻ എല്ലാവരും മാറ്റി നിർത്തി. കർണി ഗോത്രക്കാര് എല്ലാവരും മാറി. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ്? ഉവൈസ് വന്നില്ല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, ഉവൈസിന്റെ ഉമ്മാക്ക് നല്ല വയസ്സുണ്ട്, ഉമ്മാന്റെ ഖിദ്മത്തിലായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണം, വന്നാൽ ഉമ്മ ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഹജ്ജിന് വന്നില്ല. അടുത്ത കൊല്ലം ഉവൈസിനെയും കൂട്ടിയിട്ട് വരണം. പിറ്റത്തെ വർഷം ഉവൈസുൽ ഖർനി മക്കത്തെത്തി. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു നിർത്തി. ഉവൈസല്ലേ? കർണ ഗോത്രമല്ലേ? അതെ. വെള്ളപ്പാട്ടിന്റെ അസുഖം വന്നു മാറിയതല്ലേ? കുറച്ച് ബാക്കിയുണ്ടല്ലോ. യമനുകാർ അത്ഭുതപ്പെടാൻ തുടങ്ങി. ഇതെങ്ങനെയാ ഖലീഫ ഉമർ ഉവൈസിനെ പറ്റി ഇങ്ങനെ പറയുന്നു? നോക്കുമ്പോ അവിടെ ആ ദുർഹമിന്റെ വട്ടത്തിൽ ഒരു വെള്ളയുണ്ട്. ഉമറിന്റെ കണ്ണുകൾ നിറഞ്ഞു, കരയാൻ തുടങ്ങി. ഉമർ ചോദിച്ചു, ഉവൈസേ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലേ? അതെ. നീ ഉമ്മാനെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ആളാണല്ലേ? അതെ അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ടാണ് ഞാൻ ഹജ്ജിന് വരാത്തത്. ആൾക്കാരെ നോക്കി ഉവൈസിനെ ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രം, ചേർപിടിച്ചൊരു തുണി, താടിയും മുടിയൊക്കെ ചടപിടിച്ച ഒരു ആട്ടിടയനാണ് ഉവൈസ്. ഉമർ ഫാറൂഖ് എഴുന്നേറ്റ് വന്നു, ഉവൈസേ, നീ അള്ളാഹിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉവൈസ് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഏതോ യമനിലെ കർണ ഗോത്രത്തിലെ ഒരു ആട്ടിടയൻ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ, ഞാൻ നിങ്ങൾക്ക് എന്ത് ദുആ ചെയ്യാൻ? ഉവൈസേ, നിന്നെപ്പറ്റി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, നിന്നെ കണ്ടാൽ നിന്നോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ. എന്താ നിന്റെ ക്വാളിറ്റി എന്നറിയോ? നീ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മോനാണ്. ഈ ഒറ്റ സംഭവം മതി വീട്ടിന്റെ ഉള്ളിൽ ആ പായ്മിരിക്കുന്ന ഉമ്മയില്ലേ, ആ ഉമ്മാന്റെ വില അറിയാൻ. പോയിട്ട് കൈ പിടിക്കണം, ഉമ്മാന്റെ തലയിൽ മുത്തണം, പറയണം, ഉമ്മ എൻ്റെ വാക്കിലോ നോട്ടത്തിലോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. വല്ലാഹി സുമ്മ വല്ലാഹി മുവഹിദാണ്, മുത്തബിഉ സുന്നയാണ്. ഉപ്പയും ഉമ്മയും തൃപ്തിയില്ലാണ്ടാണ് മരിച്ചതെങ്കിൽ എൻ്റെ മടുക്കേരിയിലെ മുസ്ലിമീങ്ങളെ നരകം ഉറപ്പാണ്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞു. പുതിയ വർഷം ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊന്നോമനയായിട്ട് വേണം വളരാൻ. അവരെ മാറോട് ചേർത്ത് വെക്കുന്ന മക്കളായിട്ട് വേണം പുതിയ വർഷം തുടങ്ങാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മക്കളെ, നിങ്ങൾ കേട്ടോടി. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉമ്മാനെ അറിയില്ല. സുഹൈ പറയാണ്, ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി നിന്നു, സുന്നത്ത് നിസ്കാരം. പിറകുന്ന എൻ്റെ ഉമ്മാന്റെ ശബ്ദം ഞാൻ കേട്ടാൽ, 6ാമത്തെ വയസ്സിൽ ആ ഉമ്മ പോയി, ആമിന പോയി. പക്ഷെ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ നിന്ന് എൻ്റെ ഉമ്മ വിളിച്ചു, യാ മുഹമ്മദ്, ഞാൻ കൈയിളക്കിയിട്ട് പറയും, ലബ്ബൈക യാ ഉമ്മി. എന്താ ഉമ്മ വിളിച്ചത്? ഉലമാക്കൾ പറഞ്ഞു, സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വിളിച്ചതെങ്കിൽ കൈയിളക്കിയിട്ട് ഉമ്മയുടെ അടുത്തേക്ക് പോയിക്കൊള്ളണം. അതാണ് ഉമ്മ. സ്വർഗം തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, വെറുതെ പറഞ്ഞല്ല, ഉമ്മാന്റെ കാലിൻ്റെ അടിയിലാ സ്വർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നഫ്സിനോട് ചോദിച്ചോളി, നമ്മൾ അള്ളാഹിന്റെ ഹക്ക് പൂർത്തിയാക്കുന്നവരാണ്, റസൂലുള്ളാഹിന്റെ ഹക്ക് പൂർത്തിയാക്കുന്ന, സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ ഉപ്പാനെയും ഉമ്മാനെയും മറക്കരുത്. അതേപോലെ ഭാര്യാഭർത്താക്കന്മാര്, മറ്റ് ഹുഖൂഖുൽ ഇബാദ്, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട ജീവിതം കാഴ്ചവെക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകളും കുറവുകളും അള്ളാഹു അവൻ്റെ ഫضل കൊണ്ട് മാപ്പാക്കി തരട്ടെ. അവൻ ഔദാര്യമായി തന്ന പുതിയ വർഷത്തിന്റെ ജീവിതം അവൻ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ ദുനിയാവിൽ ജീവിച്ചു തീർക്കാൻ അള്ളാഹു മഹാഭാഗ്യം നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ,
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെയും നിങ്ങളുടെയും ഓർമ്മയിൽപ്പെടുത്താനുള്ളത് റജബ് മാസമാണ്. ഇതെല്ലാ വർഷവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സംഗതിയല്ല. മുഅ്മിനുകൾ അതൊക്കെ പഠിച്ച് സുന്നത്ത് എന്തെന്ന് മനസ്സിലാക്കി ബിദ്അത്തുകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞു. വിരൽ തുമ്പിലാണ് ഇൽമ്. ഇന്ന് ഇൽമ് വിരൽ തുമ്പിലാണ്. നമുക്ക് ഒരുപാട് മക്കത്തേക്കും മദീനത്തേക്കും യാത്ര ചെയ്ത് പോകണമെന്നില്ല ഇപ്പം പഠിക്കാൻ. ഒന്ന് യൂട്യൂബ് ഓൺ ചെയ്താൽ അവിടെയുള്ള ശേഖന്മാരെ ക്ലാസ് ഇവിടെ കേൾക്കാൻ പറ്റുന്ന പുതിയ കാലമാണ്. അത്ര സൗകര്യം അല്ലാഹു തന്ന ദുനിയാവിൽ ഇനിയും നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? മസലുല്ലദീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ബനു ഇസ്രായേലിന് നാം തൗറാത്ത് കൊടുത്തു. അവരെ കൈമേലുണ്ട് തൗറാത്ത്, പക്ഷെ ഒന്നും തുറന്നില്ല. അവരത് വായിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. അവർ കമസലിൽ ഹിമാർ, കഴുതുകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, പുസ്തകങ്ങൾ വഹിക്കുന്ന, ചുമട് വഹിക്കുന്ന വെറും കഴുതുകളെ പോലെ. നമ്മളും അങ്ങനെ ആയിക്കൂടാ. റജബ് മാസം വന്നപ്പോഴേക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റും വാട്സപ്പിലും ഒക്കെ പലതും വരാൻ തുടങ്ങി. ആരെങ്കിലും റജബിന്റെ പിറ കണ്ടതിനെ പറ്റി ആദ്യം പറഞ്ഞാൽ ഓന് സ്വർഗം കിട്ടും, ഓന് നരകത്തിൽ നിന്ന് കാവലുണ്ടാവും. റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച 10 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ 100 റക്അത്ത് നിസ്കരിച്ചാൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. റജബ് 25 പ്രത്യേകിച്ച് ഒരു നോമ്പെടുത്താൽ ഇങ്ങനത്തെ കൂലിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നില്ല. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട പണ്ഡിതൻ, സഹീഹുൽ ബുഖാരിയുടെ ശറഹ് എഴുതിയ അഹ്ലു സുന്ന അംഗീകരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ചെയ്താൽ മതി. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആരാൻ നോയിക്കോളി. അദ്ദേഹം പറഞ്ഞു, റജബ് മാസവുമായി ബന്ധപ്പെട്ട് 11ഉം 21ഉം ഏകദേശം 32 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസവുമായി ബന്ധപ്പെട്ട്. അതിൽ 11 ഹദീസ് ദഈഫാണ്, 21 മൗദൂആണ്. മൗദൂ എന്ന് പറഞ്ഞാൽ ആരോ എപ്പോഴോ ഉണ്ടാക്കി റസൂലുള്ളാഹിയിലേക്ക് കളവ് ചേർത്ത് പറഞ്ഞ 21 ഹദീസുകൾ. ഒരൊറ്റ ഹദീസ് സഹീഹല്ല. റജബ് മാസത്തിൽ ഇങ്ങനെ ഇത് ഓതണം, റജബ് മാസം ഇങ്ങനെ വന്നാൽ ഒരാഴ്ച ഇങ്ങനെ ചെയ്യണം, ആ രാത്രി അങ്ങനെ ചെയ്യണം, ഇത്ര നോമ്പെടുക്കണം, ഇങ്ങനെ നിസ്കരിക്കണം, ആ നിസ്കാരത്തിൽ ഇങ്ങനെ ഓതണം എന്നൊക്കെ പറഞ്ഞു വരുന്ന സർവ്വകാര്യങ്ങളും ഒന്നുകിൽ ദഈഫാണ്, ബലഹീനമാണ്, സ്വീകരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മൗദൂആൻ, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞതാണ്. എന്താ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്നതുകൊണ്ട് വിധി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, മയ്യഖുൽ അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞാൽ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ, അവൻ്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പം ഷെയർ ചെയ്യുമ്പം ഒന്ന് ചോദിക്കുക ഉസ്താദുമാരോട്, അറിയുന്നവരോട്, ഇത് ശരിയാണോ അല്ലേ? ഇല്ലെങ്കിൽ അതാരൊക്കെ കണ്ടു, അതാരൊക്കെ വായിച്ചു, ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പുകളിൽ അത് പോസ്റ്റ് ചെയ്തു, അത് പിന്നെ എവിടെ കൂടെ പോയി, പിന്നെ എങ്ങോട്ടൊക്കെ പോയി, ഇതിൻ്റെ ഒക്കെ പാപഭാരം വെറുതെ പേറേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. റജബിന് ശ്രേഷ്ഠതയുണ്ട്, സംശയമില്ല. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, മിൻഹ അർബഅത്തുൻ ഹുറും, 12 മാസത്തിൽ 4 മാസം പവിത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 മാസം ഏതാന്ന് പറഞ്ഞു തന്നു. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇതാണ് ആ 4 മാസം. പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഖുർആൻ പറഞ്ഞു. എന്താണ് പവിത്രത? ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതാണ് പ്രത്യേകത. അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളെ നഫ്സിനോട് ദുൽമ് ചെയ്യരുത്, അഥവാ പാപങ്ങൾ ചെയ്യരുത്. അതാണ് കൽപ്പന. അതാരും ശ്രദ്ധിക്കുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, എപ്പോ പാപം ചെയ്താലും കുറ്റമുണ്ട്. പക്ഷെ ഈ 4 മാസം പാപം ചെയ്താൽ ഒരു തെറ്റിന് കിട്ടുന്ന കുറ്റം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അള്ളാഹു പറഞ്ഞതാണ് ഈ മാസം തെറ്റ് ചെയ്യാൻ പാടില്ല, അതേ ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് നിസ്കാരം, മോത്ത്, നോമ്പ് ഒന്നുമില്ല. റജബ് 27 നോമ്പ് പ്രത്യേകിച്ചുമില്ല. നമ്മളൊക്കെ ഷാഫി മദ്ഹബിന്റെ കിതാബ് ഓതിയ ആൾക്കാരുണ്ടാവും, ഹനഫി മദ്രസയിൽ പഠിച്ച ആൾക്കാരും ഉണ്ടാവും. നമ്മൾ പഠിച്ച ഫിഖ്ഹിന്റെ കിതാബിൽ 3ാം ക്ലാസ് തൊട്ട് തുടങ്ങി 10ാം ക്ലാസ് വരെ പഠിച്ച ഫിഖ്ഹിന്റെ കിതാബിൽ ഏതെങ്കിലും ഒരു കിതാബിൽ സുന്നത്ത് നോമ്പുകളെ പറ്റി പറയുമ്പം റജബ് 27 നോമ്പ് കാണിക്കാൻ കഴിയില്ല. കാരണം മുൻഗാമികൾ ആരും ആ ദിവസത്തെ പ്രത്യേകമാക്കി നോമ്പ് എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അമ്പലം എടുക്കുക? പ്രിയപ്പെട്ടവരെ, സുന്നത്തൻ നമ്മളെ കൈമൽ ഇഷ്ടം പോലെയുണ്ട്.
ചെയ്യാൻ പറഞ്ഞ ഇഷ്ടം പോലെയുണ്ട്, അത് ചെയ്യുക. ബിദ്അത്തുകൾ ചെയ്യാതിരിക്കുക. കാരണം എന്താ അറിയോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിൽ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അള്ളാഹു നസീബാക്കി തരട്ടെ. തങ്ങൾ പറഞ്ഞു, അതാരെങ്കിലും കുടിച്ചാൽ പിന്നെ അവന് ദാഹമില്ല, പിന്നെ അവന് വിശപ്പില്ല. പണ്ഡിതന്മാരെ ചോദിച്ചു, എങ്കിൽ പിന്നെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അത് കുടിക്കാൻ കിട്ടിയവൻ സ്വർഗത്തിലാണ്, ഒരു സംശയവും വേണ്ട. അത് കുടിക്കാൻ കിട്ടിയവൻ സ്വർഗത്തിലാണ്. പിന്നെന്തിനാ സ്വർഗത്തിൽ ഇത്ര വലിയ പുഴകളും നദികളും തോട്ടങ്ങളും പഴങ്ങളും ഇഷ്ടമുള്ള ഭക്ഷണം, ഗ്രില്ല് ചെയ്ത കിളികൾ, അല്ല പറഞ്ഞതാ പലതും. പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗം വിശപ്പടക്കാൻ തിന്നാനുള്ള സ്ഥലമല്ല. സ്വർഗത്തിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നത് ദാഹം ശമിപ്പിക്കാനല്ല, രസിക്കാനാണ്. കാരണം അവിടെ വിശപ്പില്ല, ദാഹമില്ല, സുഖിക്കാനാണ്. നമ്മളിപ്പം ബിരിയാണി വെച്ച് ഉച്ചക്ക് വയറു നിറഞ്ഞു ആയി ഇരിക്കുമ്പം ഐസ്ക്രീം കൊണ്ടുവരും, പുഡിങ് കൊണ്ടുവരും, ഫ്രൂട്ട്സ് കൊണ്ടുവരും. അത് വയറ് നിറക്കാൻ തിന്നുന്നല്ലോ, അതൊരു രസത്തിനുള്ളതല്ലേ. സ്വർഗത്തിലെ ഫുഡ് എല്ലാം രസത്തിനുള്ളതാണ്. കാരണം അവിടെ വിശപ്പും ദാഹമില്ല. അള്ളാഹു നസീബാക്കി തരട്ടെ. പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കലാണ്. ആര്? ഈ ഉമ്മത്ത്. അള്ളാഹു എന്നെ നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ക്യൂ ഇങ്ങനെ നിൽക്കും. റസൂലുള്ളാഹി വളരെ സന്തോഷത്തിൽ കോരിയിട്ട് ഇങ്ങനെ കോപ്പയിൽ കൊടുക്കും. ഓരോരുത്തർ കുടിക്കുന്നു, പോകുന്നു. പെട്ടെന്ന് ചില മലക്കുകൾ വരും, പട്ടാളക്കാർ, അള്ളാഹുവിൻ്റെ പട്ടാളക്കാർ. ചില ആളുകളെ ആ ക്യൂവിൽ നിന്നെടുത്ത് പുറത്തേക്കിടും. ഇത് കാണുമ്പം റഹ്മത്തുല്ലിൽ ആലമീന്റെ മനസ്സിന് താങ്ങൂല. യാ റബ്ബ് അസ്ഹാബി, യാ റബ്ബ് അസ്ഹാബി, അല്ലാഹുവേ എന്റെ ആൾക്കാരത്, എന്റെ ഹൗദിന്റെ മുന്നിൽ അവരത് മാറ്റുന്ന എന്തിനാണ്? ഫയുഖാൽ, അപ്പൊ എന്നോട് പറയപ്പെടും, യാ മുഹമ്മദ് മാ തദ്രി മാ അഹ്ദസു ബഅദക്, മുഹമ്മദ് ഇവർ നിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ യോഗ്യതയുള്ള ആൾക്കാരല്ല, അവർക്ക് ആ വെള്ളമില്ല. എന്താ റബ്ബേ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ വഫാത്തായതിനു ശേഷം 23 കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീനിൽ പുതുതായിട്ട് ഇവരെന്തൊക്കെ കടത്തിക്കൂട്ടിയെന്നറിയോ? നിങ്ങൾ പഠിപ്പിക്കാത്ത എന്തൊക്കെ ഇവർ ചെയ്തെന്നറിയോ? ചിലപ്പോൾ നോമ്പായിരിക്കും, ചിലപ്പം നിക്കറായിരിക്കും, ചിലപ്പോൾ സ്വലാത്തായിരിക്കും. പക്ഷെ നിങ്ങൾ പഠിപ്പിച്ച രീതിയിലായില്ല. അങ്ങനെ ദീനിൽ കടത്തിക്കൂട്ടിയാണ് ഇവർക്ക് വെള്ളമില്ല. റഹ്മത്തുല്ലിൽ ആലമീന്റെ മുഖമാകെ മാറും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയും, സുഹുഖൻ സുഹുഖൻ, ഐ ബുഅദൻ ബുഅദൻ, ഇവിടെ നിൽക്കരുത്, ദൂരെ എങ്ങോട്ടെങ്കിലും മാറിയപ്പോ ഞാൻ പഠിപ്പിച്ച ദീൻ കൊളമാക്കിയവൻ എൻ്റെ മുമ്പ് പോലും കാണരുത്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളിൻ. റജബിൽ പലരും പറയും, പെട്ടുപോകരുത്. നമ്മുടെ മുമ്പിൽ കിതാബുണ്ട്, അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തുണ്ട്, സഹാബത്തിന്റെ ജീവിതമുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുണ്ട്. അത് നോക്കിയിട്ട് ദീൻ പഠിക്കും, അതിനനുസരിച്ച് ജീവിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗൾഫിൽ സൗദിയയിൽ ഹോസ്പിറ്റലിൽ ദിവസങ്ങളായിട്ട് അബോധാവസ്ഥയിലാണ്. അറ്റാക്ക് വന്ന് അബോധാവസ്ഥയിലാണ്. അള്ളാഹു ഷിഫയായി കൊടുക്കട്ടെ, സിഹത്ത് അള്ളാഹു നസീബാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സബർ കൊടുക്കട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ, തിരുവനന്തപുരത്തുള്ള ഷിബു എന്ന് പറയുന്നൊരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹം ഈ വരുന്ന 17-ാം തീയതി കിഡ്നി മാറ്റി വെക്കാൻ ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത എന്തെങ്കിലും നന്മ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അള്ളാഹു പൂർണ്ണ ആഫിയത്തിലേക്ക് അള്ളാഹു തിരിച്ചുകൊണ്ടുവരട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ നാട്ടുകാരെയും അള്ളാഹു അതേപോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. ബലാ മുസീബത്തിനെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിസ്സലാത്തി വസ്സലാമി അലാ റസൂലിഹി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു വസല്ലിമു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين، عن أبي بكر وعمر وعثمان وعلي، وعن الصحابة والقرابة كلهم أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين
والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.